ഇതൊരു വാഗമൺ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വാഗമണിൽ പോകാമെന്നുള്ളത്. അപ്പം ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് തന്നെ സമയമുണ്ടായിരുന്നു ഒത്തിരി. അപ്പം ഞങ്ങൾ ഓരോ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഈ വാഗമൺ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് വാഗമൺ ടീ ലേക്ക് വ്യൂ പോയിൻ്റ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറാൻ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 20 രൂപ പാസ്സായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയാക്കിങ്ങിന് പോകാനായിട്ട് തയ്യാറായി കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2 പേർക്ക് 150 രൂപയായിരുന്നു. ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ടൈം എന്തായാലും കിട്ടും കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ തലേ ദിവസം വരെ അടിപൊളി മഴയായിരുന്നു. അതുകൊണ്ട് പലർക്കും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇതിൽ കയറുമ്പോൾ എന്തായാലും ഒന്ന് പേടിക്കും കേട്ടോ. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് തുഴയേണ്ടതെന്നൊക്കെ ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല. ചിലപ്പോൾ കാറ്റടിച്ച് ഇങ്ങനെ അവിടെ നിന്ന് കറങ്ങും. പിന്നെ ഞങ്ങൾ പഠിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ മൊത്തം കറങ്ങി തിരിഞ്ഞ് നടന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരങ്ങനെ വിളിക്കത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങ് പോയി ഇങ്ങ് പോയി അങ്ങനെയൊക്കെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഉച്ചയ്ക്ക് 2 മണി വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേ അറ്റത്തൊരു ആമ്പലത്തോട്ടമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയാണ് കേട്ടോ. ഇത് പല സിനിമയുടെയും ലൊക്കേഷനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ ഈ ഒരു വീടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായപ്പോൾ കടയിൽ കയറി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങളുടെ റൂം ഈ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് 4 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി റൂമാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ പോകാൻ പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. വാഗമൺ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. രാത്രി ടൈമിലൊക്കെ അവിടെ വന്നിരിക്കാൻ പറ്റിയൊരു വൈബാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വൈകിട്ട് ടൈം ആയപ്പോഴത്തേക്ക് പൂളിലേക്ക് ഇറങ്ങി. ആ ഒരു ടൈം വരെയും അവിടെ വലിയ ഓവർ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പിന്നെ ക്ലൈമറ്റ് മാറിയത് പെട്ടെന്നായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു പൂളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പൂളാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് വേറെ ഒരു കുഞ്ഞു പൂളും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ആഴമാണ് കേട്ടോ. നല്ല രസമാണ് ഈ പൂൾ ഏരിയ അടിപൊളിയാണ്. ഇവിടുത്തെ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പൂൾ ഏരിയ തന്നെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ കാണുന്നതായിരിക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല മഞ്ഞായി തുടങ്ങി. പിന്നെ നമ്മൾ കുറേ നേരം പാട്ടൊക്കെ കേട്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. അടിപൊളി വൈബാണ്. ഞങ്ങൾ വൈകിട്ട് റൂമിൽ വന്നതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞായിരുന്നു പുറത്തിറങ്ങിയത്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ മഞ്ഞ് കാരണം ഒന്നും കാണാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അതിൻ്റെ അടുക്കൽ തന്നെ ഒരു സെബാൻ്റെ തട്ടുകടയെന്നും പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ് അതിൻ്റെ അകത്ത്. നല്ലൊരു വൈബാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഹോട്ടലായിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ബീഫും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. വേറെ ലെവൽ. അവിടുത്തെ കടയിൽ ബെസ്റ്റ് തന്നെയാണ്. ഫുഡും അതുപോലെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നൈസിന് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും റൂമിലേക്ക് നടന്നു. അപ്പോഴൊക്കെ നല്ല അത്യാവശ്യം മഞ്ഞുണ്ട്. ഈ വീഡിയോസിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. ഇനി രാവിലെ ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകണം കേട്ടോ. ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിൻ്റെ 2ാമത്തെ ഡേ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ തന്നെ പോവുകയും ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നല്ല ചൂട് ദോശയും സാമ്പാറും ബ്രെഡും ജാമും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ട്രക്കിങ്ങിനാണ് കേട്ടോ. ഓഫ് റോഡ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ വാഗമണിൽ തന്നെ 2 ഏരിയകളുണ്ട്. ഒരു ഏരിയ ഇതുപോലെ ട്രക്കിംഗ് ജീപ്പുകൾ മാത്രം പോകുന്ന ഏരിയയാണ്. അത് കുറേ ടണലും വ്യൂ പോയിൻറ്റുകളും ഒക്കെ കവർ ചെയ്യും. പിന്നെ ഒരു സൈഡിലാണ് അഡ്വഞ്ചർ പാർക്കും മെഡോസും പൈൻ ഫോറസ്റ്റൊക്കെ. ഞങ്ങളിതിൽ സെലക്ട് ചെയ്തത് ഓഫ് റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് തന്നെ തവളപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻറ്റിലാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെയുള്ള റോഡ് എല്ലാം അടിപൊളിയാണ്. നല്ല വ്യൂ ആണ്. ആ പോകുന്ന വഴിക്കൊക്കെ 2 സൈഡും
അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അത്യാവശ്യം നല്ല സ്പീഡിനാണ് കേട്ടോ അവർ പോകുന്നത് തന്നെ. ഞങ്ങളുടെ ഡ്രൈവറായ ചേട്ടനും നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നല്ല സ്പീഡിന് ഇതുപോലുള്ള ഓഫ് റോഡിൽ പോകുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതും അവിടുത്തെ തണുപ്പത്ത് അത് ഞങ്ങൾ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചാണ് പോയത്. നല്ല വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഈ റോഡിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളൊഴിഞ്ഞ ഏരിയ ആണ് കേട്ടോ. ഈ ആളൊഴിഞ്ഞ ഏരിയകളിലെല്ലാം വീടുകളും കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയിട്ടുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് ആണ്. ഇത് വേറെ ലെവൽ വൈബ് തന്നെയാണ് കേട്ടോ. മഞ്ഞാണെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഏരിയകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രദേശങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും നന്നായിട്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. മിനിറ്റിന് മിനിറ്റിനാണ് മാറുന്നത് കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ വെയിലാണെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. ഇവിടെ എപ്പോഴും ഒരു തണുത്തൊരു കാലാവസ്ഥയാണ്. ഈ ഓഫ് റോഡ് പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ മൂർഖൻ പാമ്പിനെയും കണ്ടു കേട്ടോ. ഭാഗ്യം പോലെ ഞങ്ങൾ രക്ഷപ്പെട്ടു, അതും രക്ഷപ്പെട്ടു. ഈ ഓഫ് റോഡ് കാണുമ്പോഴും ആദ്യം ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും. പക്ഷേ ഒന്നും പേടിക്കേണ്ട, അവരെത്രയോ നാളുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് പോകാവുന്നതാണ്. ഒന്നും പേടിക്കേണ്ട, നല്ല വേർത്തായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓഫ് റോഡ് ട്രക്കിങ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് പോയിട്ടുള്ളത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിലാണ്, ഇടുക്കി ഡാം വ്യൂ പോയിന്റിലാണ് നമ്മൾ അടുത്തതായി പോയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം മഴ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ പാർട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓഫ് റോഡ് പോകുന്നതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് അരുവികളൊക്കെ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ള ഫേമസ് ഉളുപ്പൂന്നി ടണലും വാട്ടർഫോളും കാണാനാണ്. ഇതാണ് കേട്ടോ ടണൽ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ ഒരുപാട് ജീപ്പുകൾ ഇതുപോലെ ഓഫ് റോഡ് വന്നത് ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. ഈ ഏരിയയിലൊക്കെ ജീപ്പുകൾ മാത്രമേ വരൂ. ഈ ഒരു ടണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ടൊക്കെ നമുക്ക് ചെന്ന് ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ടൊന്നും പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ടണലിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഉളുപ്പൂന്നി വാട്ടർഫാൾ ഉള്ളത്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് പിന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആ വ്യൂ അടിപൊളി വേറൊരു ലെവല് തന്നെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ ഒത്തിരി തമിഴ്നാട്ടിലൊക്കെ നിന്നുള്ളവരാണ് കേട്ടോ ഇപ്പോൾ ട്രാവലിങ്ങിന് വന്നിട്ടുള്ളത്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ വന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണിത്. ഒരു 2 ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാഗമൺ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. വരുന്ന വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു അരുവികളും നല്ല അടിപൊളി സ്ഥലങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ഒട്ടും ബോറിംഗ് അല്ല, അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുള്ളത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് വാഗമൺ. ഞങ്ങൾക്ക് ഓഫ് റോഡിനായിട്ട് ആയിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയായിരുന്നു കേട്ടോ 2 പേർക്കും കൂടി ഓഫ് റോഡിനായിട്ടുള്ളത്. നിങ്ങൾ ഫാമിലിയായിട്ട് വരുന്നെങ്കിൽ അത്രയ്ക്കൊന്നും ആവത്തില്ല. ഇപ്പോഴാണെങ്കിൽ വരാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഇനി അങ്ങോട്ട് മഴയായാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനേ പറ്റത്തില്ല. ഫാമിലി ആയിട്ടൊക്കെ ചുരുങ്ങിയ ചിലവിൽ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. ടാറ്റാ.